വേദയുടെ സത്യം തിരിച്ചറിഞ്ഞ് വിക്രം. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, പവിത്രത്തിലാണെങ്കിൽ വിക്രമാണെങ്കിൽ വളരെയധികം രൂക്ഷമായ ഒരു വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു കാഴ്ച കാണാനായിട്ട് കഴിയും. അതായത് വേദയെയും കുഞ്ഞിനെയും കുറിച്ച് യാതൊരു വിവരവുമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ വിക്രമാണെങ്കിൽ വളരെയധികം സങ്കടപ്പെടുന്നത്. ഒരു വലിയ ഒരു മാനസികത്തിലേക്ക് ഒക്കെ വിക്രം പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കിരുന്ന് വിക്രം ആകെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നൊരു കാഴ്ച കാണാനായിട്ടും സാധിക്കുന്നുണ്ട്. ഇതിനിടയിൽ വിക്രത്തെ കാണാനായിട്ട് അച്ഛനും അമ്മയും ഒക്കെ നിരന്തരം വരുന്നുണ്ട്. വിക്രത്തെ ഒന്ന് ആശ്വസിപ്പിക്കണമെന്നുള്ള ഒരിതിൽ വേദയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അപ്പോൾ ഒന്ന് ആശ്വസിപ്പിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അച്ഛനമ്മയും നിരന്തരമായി വരുന്നത്. നിരന്തരമായി വരുമ്പോഴും വിക്രത്തിന് ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ. അതായത് വേദയെക്കുറിച്ച് വല്ല വിവരമുണ്ടോ, വേദയെ കണ്ടോ, വേദ വിളിച്ചോ എന്നൊക്കെ. ഇതേ സമയം അവരാണെങ്കിൽ ഇല്ല എന്ന് പറയുമ്പോൾ വിക്രത്തിന് ആകെ കൂടി ഭ്രാന്ത് പിടിക്കുന്നു, ദേഷ്യം വരുന്നു എന്ന് കാണാനായിട്ട് കഴിയും. വിക്രം ജയിലിനകത്ത് നിലവിളിക്കാനായിട്ടും ഒച്ചപ്പാടുണ്ടാക്കാനായിട്ടും ബഹളമുണ്ടാക്കാനായിട്ടും തുടങ്ങുന്നൊരു കാഴ്ച കാണാൻ കഴിയൂട്ടോ. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വിക്രമാണെങ്കിൽ ഇങ്ങനെ കാണിക്കുന്നത് കൊണ്ട് തന്നെ ബാക്കിയുള്ള പ്രതികളെല്ലാം പേടിക്കുന്നതും കാണാൻ കഴിയും. കൂടാതെ പോലീസുകാർ വിക്രത്തെ പറഞ്ഞ് സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കൂടാതെ വാസവനുണ്ട്, ശ്രീനിവാസനൊക്കെ വിക്രത്തിൻ്റെ ആളാണല്ലോ. അതുകൊണ്ട് തന്നെ അതിനുള്ള ആനുകൂല്യമൊക്കെ വിക്രത്തിന് ലഭിക്കുന്നുണ്ട് എന്നും കാണാനായിട്ട് കഴിയും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വിക്രമാണെങ്കിൽ പതിയെ അവിടെ നിന്നും വേദയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കാനായിട്ട് നമ്മുടെ വാസവനെ വിളിക്കുകയും ശ്രീനിവാസ സാറിന് വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല എന്ന് കാണാനായിട്ട് കഴിയും, കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ വിക്രമാണെങ്കിൽ വേദ എവിടെ പോകാനാണ് സാധ്യത എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുന്നൊരു കാഴ്ച കാണാൻ കഴിയും. അങ്ങനെയിരിക്കെ വേദ തൻ്റെ കൂട്ടുകാരിയുടെ അവിടെ ഇരുന്ന് കരയുന്നൊരു കാഴ്ച, വിക്രത്തെ കാണണം, തൻ്റെ ഭർത്താവിനെ കാണണം എന്നൊരാഗ്രഹമുള്ളത് കൊണ്ട് തന്നെ പൊട്ടിക്കരയുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. അപ്പോൾ കൂട്ടുകാരിയും വിക്രത്തിൻ്റെ കാര്യവും പറഞ്ഞ് വേദയെ സമാധാനിപ്പിക്കുന്നു. അപ്പോഴാണെങ്കിൽ വേദയ്ക്ക് ചെറിയൊരു ആശ്വാസം ലഭിക്കുന്നു എന്നും കാണാം. അങ്ങനെ പതിയെ വേദ വിക്രത്തിൻ്റെ വേദനകളിൽ നിന്നും മുക്തിയാകുന്നൊരു കാഴ്ച നമ്മൾ പ്രേക്ഷകർക്ക് കാണാനായിട്ട് കഴിയും, കാണാനായിട്ട് സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ പ്രേക്ഷകരെ.